കോട്ടയത്ത് വാഹനമിടിച്ച് വയോധിക മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ കാർ 5 മാസത്തിന് ശേഷം കണ്ടെത്തി. ഹൈദരാബാദിൽ നിന്ന് മുണ്ടക്കയം പോലീസാണ് കാർ കണ്ടെത്തിയത്. വാഹനം ഓടിച്ചയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 15-ന് കോരിത്തോട് പനച്ചിറയ്ക്കടുത്തായിരുന്നു സംഭവം. 88-കാരി തങ്കമ്മയാണ് മരിച്ചത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, വിവരങ്ങൾ. ഈ അപകടത്തിൽ പെട്ട ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ വാഹനം പിടികൂടാൻ സഹായകരമായിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബർ 15-നായിരുന്നു കോരിത്തോട് പനക്കച്ചിറയിൽ വെച്ച് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ വയോധിക മരിച്ചിരുന്നു. ഈ 88-കാരിയായിട്ടുള്ള തങ്കമ്മയാണ് മരിച്ചത്. ഈ വാഹനം ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ് എന്നുള്ളത് മാത്രമാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ വലിയ രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും ഈ വാഹനം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് നമ്പർ നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണങ്ങളാണ് 5 മാസത്തിനൊടുവിൽ ഇപ്പോൾ കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് മുണ്ടക്കയം പോലീസ് ഈ എർട്ടിഗ കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചിരുന്നത് ദിനേശ് റെഡ്ഡി എന്ന് പറയുന്ന ആളാണ്. അയാളെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഉടമ സംബന്ധിച്ചും ഈ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയായതിനു ശേഷം അപകടവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. ഇപ്പൊ ഏതായാലും ഈ 5 മാസം മുമ്പ് നടന്ന ഒരു അപകടത്തിൽ കാർ കണ്ടെത്തിയിരിക്കുന്നു. ഇനി മറ്റ് തുടർ നടപടികളിലേക്ക് വൈകാതെ തന്നെ കടക്കും. ശരി, മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.